ഞങ്ങളിന്ന് ഹോസ്പിറ്റലിൽ ചെക്കപ്പിനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് കാണാം. ഹോസ്പിറ്റലിൽ പോവാണ്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് മേലോട്ട് പോവാണ് കേട്ടോ. ഞങ്ങൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ടോക്കനൊക്കെ എടുത്തു. ഞങ്ങളെല്ലാം കട്ട വെയിറ്റിംഗ് ആണ്. അങ്ങനെ വാവൻ്റെ ഹാർട്ട് ബീറ്റും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്തു. അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. അതൊക്കെ കഴിഞ്ഞ ശേഷം ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തിരുന്നു കേട്ടോ, Hbൻ്റെ അളവൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് മന്ത് ആയതുകൊണ്ട് വളാഞ്ചേരി CHലായിരുന്നു കേട്ടോ കാണിച്ചിരുന്നത്. ഡെലിവറിക്ക് വേണ്ടി ഒരു പ്രത്യേക പാക്കേജ് തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അസ്ലം സാറിൻ്റെ അടുത്തേട്ട് പോവുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ കൊടുക്കുന്നത് സാധാരണ നോർമൽ പ്രസവമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 9,800 അത് 2 ദിവസം റൂം ഉൾപ്പെടെയാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ സർജറി ആണെന്നുണ്ടെങ്കിൽ 24,800 അത് പിന്നെ നമ്മൾ റൂം 4 ദിവസമാണ്. അത് നല്ല സൈസിലുള്ള റൂമുകൾ തന്നെയാണ്, അല്ലാതെ പിന്നെ വാർഡോ മറ്റുള്ള സംഭവമൊന്നുമല്ല. സാധാരണക്കാരന് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഇതിലാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. നമ്മളിപ്പോൾ MESഉം CHും കൂടി സംയുക്തമായിട്ട് ഹോസ്പിറ്റല് വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് പിന്നെ സാധാരണക്കാർക്ക് താങ്ങണം. നമ്മുടെ വളാഞ്ചേരി പോലത്തെ ടൗണിലുള്ള ആളുകളൊക്കെ നമുക്കറിയാമല്ലോ, നാട്ടുകാരൻ തന്നെയാണല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ താങ്ങുന്ന രീതിയിലുള്ള ഇപ്പോൾ മറ്റുള്ള ഹോസ്പിറ്റലിലെ റേറ്റൊക്കെ നമുക്കറിയാമല്ലോ. നല്ല റേറ്റ് വരുന്നുണ്ടല്ലോ. നമ്മളിപ്പോൾ ആരും ഇപ്പോൾ പറയേണ്ടപ്പോൾ മറിച്ച് വെക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ എല്ലാവരും ചോദിക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. ഇപ്പോൾ സർജറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1.5 1.25 1 ലക്ഷത്തിൽ കുറയാതെയാണ് ഇപ്പോൾ എല്ലാവർക്കും റേറ്റ് വരുന്നത്. നമ്മളൊരു സാധാരണക്കാര് പിന്നെ CH ഹോസ്പിറ്റലല്ലേ. അതെ, നിങ്ങളെ പോലെ ഉള്ള ആളുകൾ നമ്മൾക്കേ അല്ല, അതെ, ഞങ്ങളിപ്പോ എന്ന് വെച്ചാലേ 1-ാം മാസം മുതലും 2-ാം മാസം മുതലും കണ്ടവർക്ക് മാത്രം എന്നുള്ളതില്ല. ഇപ്പൊ നിങ്ങൾ വരുന്നത് അടുത്ത ഡെലിവറിക്കാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് 3 ഡോക്ടേഴ്സ് ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണ്. ഏത് സമയത്തും നമുക്ക് എന്താണ് ഡോക്ടർ എന്തായാലും ഗൈനക്കോളജിസ്റ്റ് തന്നെ 3 ആളും. ഒരാള് മേഘന, ഡോക്ടർ മേഘന 2 വർഷമായിട്ട് നമ്മളിൽ തന്നെ ഇവിടെ വന്നിട്ടുള്ളതാണ്. പിന്നെ ഒന്ന് റാഷിദ, പിന്നെ ഒന്ന് ശരണ്യ. ആളിപ്പോൾ ഇവിടെ ശരണ്യ മേഡം പിന്നെ കുട്ടികളില്ലാത്തവർക്കുള്ള ചികിത്സയും കൂടി വിപുലമാക്കാനുള്ള പരിപാടികളുണ്ട്. അപ്പം അതിൻ്റെ കാര്യങ്ങളും കൂടി നടത്തുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏത് രാത്രി വന്നാലും ഗൈനക്കോളജിസ്റ്റ് തന്നെ RMOs അല്ല കാണുക. MBBS ഡോക്ടർമാരോ അല്ലെങ്കിൽ ലേബർ റൂമിൻ്റെ ഉള്ളിൽ വേറെ ഡോക്ടറോ ഇല്ല. ഈ ഡോക്ടർമാരെന്നെ കാണും. എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ലേബർ റൂമും OT സൗകര്യം ചെയ്തിട്ടുണ്ട്. നിങ്ങള് ഏത് രാത്രി വന്നാലും ഡോക്ടേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നമ്മൾ പാക്കേജാണ്, കുറഞ്ഞ രീതിക്കാരാണ്, അവരങ്ങനെ കാണാന്നുള്ളതൊന്നുമില്ല. അവർക്ക് നമ്മൾ കുറച്ചും കൂടി മുൻഗണന കൊടുത്തിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ
പിന്നെ നിങ്ങൾക്കറിയാലോ അത് ഡോക്ടർ MK മുനീർ സാഹിബിന്റെ പ്രൊമോഷൻ ചെയ്ത ഹോസ്പിറ്റലാണ്. അതിന് ഇപ്പൊ 9ാം മാസത്തിലാണ് ഇപ്പൊ നിങ്ങൾ അല്ലെ 8 കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾ 9ലാണ് അടുത്ത മാസം ഡെലിവറിക്കാണ് ഞങ്ങളെ അടുത്ത് വരുന്നത്. ഞങ്ങളെ ഡോക്ടർമാർക്ക് യാതൊരു പേടിയില്ല. നിങ്ങൾ അപ്പോ വണ്ടി ഇറങ്ങി വന്നാലും പ്രസവം എടുക്കാൻ ഞങ്ങളെ ഡോക്ടർമാർക്ക് എന്തില്ല, ഒരു പേടിയില്ല. ആ ഒരു പരിചയക്കുറവോ ഒന്നും ഡോക്ടറെ അടുത്തുനിന്ന് അങ്ങനത്തെ ഒരു ഇതില്ല. ഫ്രണ്ട്ലി ആയിട്ട് നല്ല അല്ല അതാണ് നിങ്ങളെ പോലത്തെ അങ്ങനെ ഇത് ചെയ്യുന്നതാണ് ഞങ്ങൾക്കും ഇത്. ഡോക്ടർമാരൊക്കെ അങ്ങനത്തെ ഇതിൽ തന്നെയാണ് ഇപ്പൊ ഉള്ളത്. 3 ആളും. നിങ്ങളിപ്പോ ഒരാളല്ലേ കണ്ടുള്ളൂ, ബാക്കി 2 ആളും മോശമൊന്നുമില്ല. അത് കാണുമ്പോ നമുക്ക് അതിന്റെ ഇത് വരും. നിങ്ങൾക്കൊരു ഡിലേ വരില്ല. ഒരു ഡോക്ടർ ഇല്ല എന്നുള്ള ഒരു ഡിലേ ഇനി അങ്ങനത്തെ ഒരു സംഭവം നമ്മളിവിടെ സംഭവിക്കാൻ ചാൻസ് കുറവാണ്. വളരെ എന്തായാലും ഇപ്പൊ നമുക്കറിയാലോ, ഒരാൾ ഒറ്റക്കാവുമ്പോൾ എപ്പോഴും ലീവ് ഉണ്ടാവും, എന്തായാലും അവരുടേതായിട്ടുള്ള വിഷയങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. പക്ഷെ ഇതാവും കൂടി നമുക്കിപ്പോ സംഭവിക്കില്ല. കാരണം 3 ആളും നല്ല ഇതിനായിട്ടുള്ള നല്ല ഇതുള്ള ആൾക്കാരാണ്. ഞാൻ എന്തായാലും ഇപ്പൊ ഇവിടെ തെരഞ്ഞെടുത്തു. കാരണം ഞാൻ ഒരു പൈസ ഇല്ലാതെ ട്രീറ്റ്മെന്റ് ചെയ്യണം എന്നുള്ള ഇതിൽ വന്നപ്പോ കിട്ടാതെ തെരഞ്ഞെടുത്ത ഹോസ്പിറ്റലാണ്. അപ്പോ വളരെ സന്തോഷം. നിങ്ങൾ അങ്ങനെ വളരെ സന്തോഷം. ഞങ്ങൾ അങ്ങനെ അതൊക്കെ സംസാരിച്ചു, ഫയലൊക്കെ വാങ്ങി ഞങ്ങൾ അങ്ങനെ മെഡിസിൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ മെഡിസിനൊക്കെ വാങ്ങലൊക്കെ കഴിഞ്ഞു. ടൈം ഒരുപാടായിട്ടോ. ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി ഹോട്ടലിലേക്ക് പോവുകയാണ്. ഡോക്ടറെ കാണിക്കലും എല്ലാ കാര്യങ്ങളും ക്ലിയറായി ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. അങ്ങനെ അവിടുന്ന് നേരെ ഞങ്ങൾ വളാഞ്ചേരി പട്ടാമ്പി റോട്ടിലുള്ള മലബാർ ഹോട്ടലിലാണ് കേട്ടോ പോണത്. അടിപൊളി ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു. കുറേ ആയി ബിരിയാണി കഴിച്ചിട്ട്, പുറത്തൊക്കെ വന്നിട്ടും കുറേ ആയി. അപ്പോൾ ബിരിയാണി കഴിക്കുകയാണ്. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് റിട്ടേൺ പോവുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക, ലൈക്കൊക്കെ ചെയ്യുക, കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.